സ്കാൽപ്പിംഗിൽ എങ്ങനെ റിസ്ക് കുറയ്ക്കാൻ കഴിയും? സ്കാൽപ്പിംഗിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ചെറിയ ലാഭം സ്ക്രീനിൽ കാണുന്നു, പക്ഷെ ബുക്ക് ചെയ്യാൻ അല്പം വൈകുമ്പോഴേക്കും വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഒരു നഷ്ടം തിരിച്ചു പിടിക്കാനായിട്ട് വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്ത് അവസാനം കയ്യിലുള്ള കാശ് മുഴുവൻ തീരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ചെറിയ പിഴവുകളാണോ നിങ്ങളുടെ ആ ഒരു വലിയ തീരാ നഷ്ടങ്ങൾക്ക് കാരണമായത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ട്രേഡിംഗിൽ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എങ്ങനെ സംരക്ഷിക്കാമെന്നും വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കി ട്രേഡിംഗിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അച്ചടക്കം എങ്ങനെ കൊണ്ടുവരാമെന്നും ഞാൻ ലളിതമായ വാക്കുകളിൽ പറഞ്ഞുതരാൻ ശ്രമിക്കുകയാണ്. ഇതിനായിട്ട് 5 സിമ്പിൾ ആയിട്ടുള്ള നിയമങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി മുൻപ് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, എന്നാൽ എങ്ങനെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കണം എന്ന് പലർക്കും അറിയുകയുണ്ടായില്ല. ഇന്ന് നമ്മൾ അത് കൃത്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഈ നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ട്രേഡിംഗ് ശൈലി തന്നെ മാറി മറിയും. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. എന്താണ് സ്കാൽപ്പിംഗ്? എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പണം നഷ്ടപ്പെടുന്നത്? നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ആ ഒരു ബേസിക്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ചിലപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചെറിയ വില വ്യത്യാസങ്ങളിൽ നിന്ന് നല്ല ലാഭം എടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് സ്കാൽപ്പിംഗ്. സ്വാഭാവികമായിട്ടും ഓരോ ട്രേഡിലെയും ലാഭം വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ദിവസം ഒരുപാട് ട്രേഡുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നത്. ലാഭം ചെറുതായത് കൊണ്ട് തന്നെ ഒറ്റ വലിയ നഷ്ടം മതി നിങ്ങളുടെ മൊത്തം ലാഭവും നശിപ്പിക്കാൻ. ഒരുപക്ഷെ അതിൽ കൂടുതലും കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഈ ഒരു രീതി മാത്രം മതിയാവും. തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പിഴവും ഇത് തന്നെയാണ്. ലാഭം കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യും. എന്നാൽ നഷ്ടം വരുമ്പോ ഇപ്പൊ ശരിയാവും, മാർക്കറ്റ് തിരിച്ചു കയറും എന്നൊക്കെ പ്രതീക്ഷയിൽ അതങ്ങനെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അവസാനം ചെറിയ നഷ്ടം വലിയ നഷ്ടമായി മാറും. അച്ചടക്കമില്ലായ്മ, അമിത ആത്മവിശ്വാസം, നഷ്ടം വരുമ്പോൾ പേടിച്ച് വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്യുക, അതായത് റിവെഞ്ച് ട്രേഡിംഗ്, കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ല. ഇവയെല്ലാം സ്കാൽപ്പിംഗിലെ നഷ്ടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അപ്പൊ ഇവയ്ക്ക് പുറമെ തുടർച്ചയായിട്ടുള്ള ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന ബ്രോക്കറേജ് ചാർജ് പോലുള്ള കട്ടിങ്ങുകൾ നിങ്ങളുടെ ലാഭത്തെ കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നഷ്ടങ്ങൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും? അതിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് നമുക്ക് ഈ വീഡിയോയെ കാണാം. വീഡിയോയിൽ നമ്മൾ 5 നിയമങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓരോ നിയമങ്ങളും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നാമത്തെ നിയമത്തിലേക്ക് കടക്കാം. ഓരോ ട്രേഡിലെയും റിസ്ക് നിയന്ത്രിക്കുക. ട്രേഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇത് തന്നെയാണ്. കയ്യിലുള്ള മുഴുവൻ പണവും ഒറ്റ ട്രേഡിൽ നമ്മൾ വെറ്റുവെക്കരുത്. 1% റൂൾ എന്ന മാർഗരേഖ നമ്മളെ സഹായിക്കുന്നത് ഇവിടെയാണ്. നിയമം വളരെ ലളിതമാണ്. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള തുകയുടെ 1% കൂടുതൽ ഒറ്റ ട്രേഡിലും നഷ്ടപ്പെടുത്താൻ തയ്യാറാകരുത്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ നിയമം അനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ഒരു ട്രേഡിലെ പരമാവധി നഷ്ടം 1000 രൂപയായിരിക്കും. ഇതിനർത്ഥം 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ വരുന്ന നഷ്ടം 1000 രൂപയിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊരു കല്ലിൽ കൊത്തിയ നിയമമല്ല. നിങ്ങളുടെ അനുഭവ സമ്പത്തും അക്കൗണ്ടിന്റെ വലിപ്പവും സ്ട്രാറ്റജിയും അനുസരിച്ച് ഈ ശതമാനത്തിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തിയെടുക്കാം. ചില പ്രൊഫഷണലുകൾ ഇതിലും കുറഞ്ഞ റിസ്ക് എടുക്കുമ്പോൾ ചിലർ അല്പം കൂടുതൽ എടുക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ 1% വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും. റിസ്ക് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് പേടിയില്ലാതെ വളരെ ശാന്തമായിട്ട് ചിന്തിക്കാനും പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മാരത്തോൺ പോലെയാണ്. ഏതാണ്ട് 100 മീറ്റർ ഓട്ട മത്സരം അല്ല എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് കിടക്കാം. നിങ്ങൾ പടച്ചട്ടയില്ലാതെ യുദ്ധത്തിന് പോകാൻ പാടില്ല. അതായത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യും. ഒരു എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ എഗനിസ്റ്റ് ആയിട്ട് ട്രേഡ് പോയാൽ എവിടെ വെച്ചാണ് ഞാൻ എക്സിറ്റ് ചെയ്യുക എന്നത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നഷ്ടം വരാതിരിക്കാനുള്ള ഒരു മരുന്നല്ല, മറിച്ച് നഷ്ടം നിയന്ത്രണാതീതമായിട്ട് പോകാതിരിക്കാനുള്ള ഒരു ഇൻഷുറൻസ് ആണ്. സ്കാൽപ്പിംഗിൽ മാർക്കറ്റ് വളരെ വേഗത്തിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പലരും ചെയ്യുന്ന അബദ്ധം, അവർ മനസ്സിലൊരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യും, പക്ഷേ അവിടേക്ക് വരുമ്പോൾ അതൊരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രേഡിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഒന്നുകിൽ ടാർഗറ്റിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും മാർക്കറ്റിലെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നേരത്തെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് താഴേക്ക് മാറ്റി ഒരു ചെറിയ പ്ലാൻ ചെയ്ത നഷ്ടത്തെ ഒരു വലിയ ഒരു ദുരന്തമാക്കി മാറ്റാതിരിക്കാൻ നിങ്ങൾക്ക് ഈ സ്റ്റോപ്പ് ലോസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ നിയമത്തിലേക്ക് പോകാം. റിസ്ക്കും റിവാർഡും തമ്മിലുള്ള അനുപാതം, അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ. ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നഷ്ടം വന്നാൽ നമുക്ക് 1000 രൂപ നഷ്ടം വരും. ലാഭം കിട്ടിയാൽ 500 രൂപയെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരും ആ ഒരു കച്ചവടത്തിന് നിൽക്കാറില്ല. എന്നാൽ ട്രേഡിംഗിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇവിടെ. ഓരോ ട്രേഡിലും എത്ര രൂപയാണോ നിങ്ങൾ റിസ്ക് എടുക്കുന്നത് അതിന് പകരമായിട്ട് കുറഞ്ഞത് എത്ര രൂപയുടെ ടാർഗറ്റ് ആണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല ട്രേഡർ എപ്പോഴും കുറഞ്ഞത് 1:1.5 അല്ലെങ്കിൽ 1:2 എന്ന റിസ്ക് റിവാർഡ് അനുപാതമുള്ള ചാൻസിനായിട്ട് വെയിറ്റ് ചെയ്യും. നിങ്ങൾ 1000 രൂപ നഷ്ടം സഹിക്കാൻ തയ്യാറാണെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലാഭലക്ഷ്യം കുറഞ്ഞത് 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപ ആയിരിക്കണം എന്നത് ഉറപ്പായിരിക്കണം. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലളിതമായിട്ടുള്ള കണക്കാണ്. നിങ്ങളുടെ പകുതി ട്രേഡുകൾ നഷ്ടത്തിലായാലും പകുതി ലാഭത്തിലാണ് അവസാനിക്കുന്നത്. ആ ഒരു സാധ്യതയിൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുപാതം 1:2 ആണെങ്കിൽ 10 ട്രേഡിൽ 5 എണ്ണം നഷ്ടമായാൽ പോലും 5000 രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതേസമയം ലാഭമായിട്ട് ലഭിക്കുക 10000 ആണ്. എഫക്റ്റീവ്ലി നിങ്ങൾക്ക് 5000 രൂപ ലാഭത്തിലാണ് നിങ്ങൾക്ക് ട്രേഡിംഗ് അവസാനിപ്പിക്കാൻ കഴിയുക. അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് അനുപാതം നിങ്ങളുടെ വിജയ സാധ്യത വളരെ ഗണ്യമായിട്ട് വർദ്ധിക്കും. ഇനി 4ാമത്തെ നിയമം, ഓവർ ട്രേഡിംഗ് എന്ന ആ ഒരു ദുശീലം നിങ്ങൾ ഒഴിവാക്കണം. സ്കാൾപ്പർമാരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഓവർ ട്രേഡിംഗ്. കൂടുതൽ ട്രേഡ് ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. സത്യം നേരെ മറിച്ചാണ്. ഓവർ ട്രേഡിംഗ് നിങ്ങളെ കൂടുതൽ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ബ്രോക്കർമാർക്ക് കൂടുതൽ ലാഭത്തിലേക്കും എത്തിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു നഷ്ടം വന്നാൽ തിരിച്ചു പിടിക്കാനായിട്ട് വികാരത്തിന്റെ പുറത്ത് വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്യുന്ന റിവെഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടുകൾ കാലിയാക്കുന്നതിന്റെ പ്രധാന കാരണമാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നും എന്തൊക്കെ നിയമങ്ങൾ വേണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തെ ട്രേഡുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുക. നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഒരു ദിവസം പരമാവധി 5 നല്ല ട്രേഡുകളോ അല്ലെങ്കിൽ 10 ട്രേഡുകളോ മാത്രമേ ചെയ്യൂ എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ആ ലിമിറ്റ് എത്തിയാൽ ആ സ്ക്രീൻ ഓഫ് ചെയ്യുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസത്തെ പരമാവധി നഷ്ടം തീരുമാനിക്കുക എന്നുള്ളത് മറ്റൊരു മെത്തേഡാണ്. നിങ്ങളുടെ ആ ഒരു നഷ്ടം മൊത്തം ക്യാപിറ്റലിന്റെ 2% അല്ലെങ്കിൽ 3% എത്തിയാൽ അന്ന് ട്രേഡിംഗ് നിർത്തുക എന്ന ഡിസിഷൻ എടുക്കുക. ഈ ഒരു പെർസെന്റേജ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. പക്ഷെ പ്രധാനം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകുകയും അത് കർശനമായിട്ട് പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനമാണ് വലിയ നഷ്ടം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ നിയമത്തിലേക്ക് പോകാം. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ഒരു ട്രേഡിംഗ് ജേർണൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രേഡും അതിന്റെ വിശദ വിവരങ്ങളടക്കം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഡയറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഒരു സാധാരണ ട്രേഡറിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ട്രേഡറിലേക്കുള്ള യാത്രയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചുവടുവയ്പ്പുകളിൽ ഒന്നാണ് ഈ ഒരു ട്രേഡിംഗ് ജേർണൽ. എന്തുകൊണ്ട് ട്രേഡ് എടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സിറ്റ് ചെയ്തു, ഏതൊരു ലെവലിലാണ് ലോസ് വന്നത്, ട്രേഡിന്റെ ഫലം എന്തായിരുന്നു, ട്രേഡ് ചെയ്തപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അഗ്രസീവ്നെസ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഈ ഒരു ജേർണൽ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമാകും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, ഏതുതരം ട്രേഡുകളാണ് നിങ്ങൾക്ക് കൂടുതൽ ലാഭം തരുന്നത്, നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ ബാധിക്കുന്നത്, ഇവയൊക്കെ ട്രേഡിംഗ് ജേർണൽ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കണ്ണാടി നോക്കുന്നത് പോലെയാണ് അത്. നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ കാണിച്ചു തരും. ദൗർബല്യങ്ങൾ മനസ്സിലാക്കി തിരുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു മികച്ച ട്രേഡറായിട്ട് വളരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 നിയമങ്ങളെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കി പോകാം. ട്രേഡിൽ ഒരു ചെറിയ ശതമാനം മാത്രം റിസ്ക് എടുക്കുക. ഓരോ ട്രേഡിലും നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക. നല്ല റിസ്ക് റിവാർഡ് അനുപാതമുള്ള ട്രേഡുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓവർ ട്രേഡിംഗ് ഒഴിവാക്കാൻ ഒരു ദിവസത്തെ ട്രേഡുകളുടെ എണ്ണവും നഷ്ടവും പരിമിതപ്പെടുത്തുക. ഓരോ ട്രേഡും ഒരു ജേർണലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ട്രേഡിംഗ് ജേർണൽ വിലയിരുത്തി നിങ്ങൾക്ക് സ്വയം കണ്ണാടിയിൽ നോക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ നിയമങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളെ ഒരു കോടീശ്വരനാക്കും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ വളരെ കാലം മാർക്കറ്റിൽ നിലനിൽക്കാനും സ്ഥിരതയോടെ മുന്നോട്ട് പോകാനും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു നല്ല ശീലം നിങ്ങൾക്ക് തരാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓർക്കുക, സ്കാൾപ്പിംഗ് എന്നത് ക്ഷമയും അച്ചടക്കവും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കലയാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ ഒരു നിയമങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കണം. കൂടുതൽ ട്രേഡിംഗ് ടിപ്പുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.